എല്ലാവർക്കും സ്വാഗതം. പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് സലീമിനെ ഇന്ന് നമ്മൾക്കൊപ്പം ലഭിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഡോക്ടർ മുഹമ്മദ് സലീം സിംഗപ്പൂരിലെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട DSS സാങ്കേതികവിദ്യയുടെ RIRS സഹകണ്ടുപിടുത്തക്കാരനാണ് എന്ന കാര്യം അഭിമാനപൂർവ്വം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അദ്ദേഹത്തിന്റെ DASS ആശയവും ZS കണക്ടർ ആശയവും 2022-ലും 2024-ലും മികച്ച ബാൻഡാക് അവാർഡ് നേടിയിട്ടുണ്ട്. ഡോക്ടർ, ഞങ്ങളോടൊപ്പം ചേരുന്നതിന് നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ, ഇന്ന് കിഡ്നി സ്റ്റോണുകൾക്കുള്ള ലേസർ ചികിത്സകളെക്കുറിച്ച് വലിയ പ്രചാരണമുണ്ട്. അത്തരം ചികിത്സകൾക്ക് ശേഷം മൂത്രനാളിയിലെ ചുരുങ്ങൽ രോഗത്തിന്റെ കേസുകളും വർദ്ധിച്ചുവരുന്നു. നിങ്ങളുടെ കണ്ടുപിടുത്തമായ RIRS സിസ്റ്റം എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തമാണെന്നും മൂത്രനാളിയിലെ ചുരുങ്ങലിന് ഇതിൽ പരിഹാരമുണ്ടെന്നും കേട്ടു. ഇത് എന്താണെന്ന് അറിയാൻ ആകാംക്ഷയുള്ളവരായിരിക്കും എല്ലാവരും. ഇതേക്കുറിച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും. മൂത്രനാളി ചുരുങ്ങുകയും മൂത്രം പുറത്തേക്ക് കളയാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് യൂറിറ്ററിക് സ്ട്രിച്ചർ എന്ന് വിളിക്കുന്നത്. മൂത്രനാളി കിഡ്നിയെ മൂത്രസഞ്ചിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബാണ്. ഇത് കിഡ്നിയിൽ രൂപപ്പെടുന്ന മൂത്രത്തെ മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ഉടനെ ചികിത്സിച്ചില്ലെങ്കിൽ യൂറിറ്ററിക് സ്ട്രിച്ചർ ജീവൻ ഭീഷണിയായേക്കാവുന്ന രോഗമാണ്. യൂറിറ്ററിക് സ്ട്രിച്ചറിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സാർ? ഇത് ജീവൻ ഭീഷണിയാണോ? അതെ, ഇത് ഗുരുതരമായ പ്രശ്നമാണ്. യൂറിറ്ററിക് സ്ട്രിച്ചറിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഒരു കല്ല് മൂത്രനാളിയിൽ വളരെ കാലം തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 3 മാസത്തിൽ കൂടുതൽ, അത് യൂറിറ്ററിക് സ്ട്രിച്ചറിലേക്ക് നയിച്ചേക്കാം. രണ്ടാമതായി, വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമാറ്ററി കാരണങ്ങൾ, ക്ഷയം പോലുള്ള വിട്ടുമാറാത്ത അണുബാധകൾ. മാരകമായ രോഗങ്ങൾ, റേഡിയോ തെറാപ്പി, റെട്രോപെരിറ്റോണിയൽ ഫൈബ്രോസിസ് പോലുള്ള ചികിത്സാനന്തര ഫലങ്ങൾ എന്നിവയും സ്ട്രിച്ചറിന് കാരണമായേക്കാം. കൂടാതെ അടുത്തിടെ കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കിടെ പരമ്പരാഗത RIRS വഴിയുള്ള കൊളാറ്ററൽ ഡാമേജ് കാരണവും യൂറിറ്ററിക് സ്ട്രിച്ചർ കേസുകൾ ഉണ്ടാവുന്നു. കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്ക് യൂറിറ്ററിക് സ്ട്രിച്ചർ പോലുള്ള സങ്കീർണത ഉണ്ടാക്കാൻ കഴിയുമോ? അത് എങ്ങനെ സാധ്യമാകും? നിങ്ങളുടെ RIRS സിസ്റ്റം ചികിത്സ ഈ ഭയപ്പെടുത്തുന്ന സങ്കീർണതയെ എങ്ങനെ കടയുന്നു? അതെ, അത് സംഭവിക്കാറുണ്ട്. ഇത് പ്രധാനമായും സംഭവിക്കുന്നത് പരിചയമില്ലാത്ത ഒരു സർജൻ മൂത്രനാളിയിൽ കല്ലുകൾ ചികിത്സിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒപ്റ്റിമൽ അല്ലാത്ത ഊർജ്ജമുള്ള ലേസർ ഉപയോഗിക്കുമ്പോഴോ ആണ്. ലേസർ അനുചിതമായി ഉപയോഗിക്കുന്നത് യൂറിറ്ററിക് സ്ട്രിച്ചർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. യൂറോളജിസ്റ്റ് മൂത്രനാളിയിൽ യൂറിറ്ററിക് ആക്സസ് ഷീറ്റ് എന്നറിയപ്പെടുന്ന പരമ്പരാഗത RIRS ഉപകരണം പോലുള്ള വലിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഇത് സംഭവിക്കാം. യൂറിറ്ററിക് ആക്സ് ഷീറ്റ് മൂത്രനാളിയിൽ കൂടുതൽ നേരം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അൺഡൈലേറ്റഡ് മൂത്രനാളിയിൽ യൂറോളജിസ്റ്റ് ഇത് ഉപയോഗിക്കുമ്പോഴോ യൂറിറ്ററിക് സ്ട്രിച്ചറിന് കാരണമാകും. അപ്പോൾ ഡോക്ടർ, ഒരു കിഡ്നി സ്റ്റോൺ രോഗിക്ക് എങ്ങനെ വിജയകരമായി ചികിത്സയ്ക്ക് വിധേയനാകാനും യൂറിറ്ററിക് സ്ട്രിച്ചർ ഒഴിവാക്കാനും കഴിയും? രോഗികൾ എപ്പോഴും പരിചയസമ്പന്നനായ ഒരു സർജനെ തിരഞ്ഞെടുക്കണം. അദ്ദേഹം മൂത്രനാളിയിൽ ഒപ്റ്റിമൽ ഊർജ്ജം ഉപയോഗിക്കുന്ന ആളായിരിക്കണം. പൂർണ്ണമായും ഷീറ്റ്ലെസ് RIRS ആണ് അഭികാമ്യം. ഇത് മൂത്രനാളിക്ക് ഏറ്റവും സുരക്ഷിതമായ ഓപ്ഷനാണ്. മൂത്രനാളിയെ രക്ഷിക്കാൻ രോഗികൾ എപ്പോഴും സുരക്ഷിതമായ ഒരു ലേസറിനായി ആവശ്യപ്പെടണം, അതായത് ഒപ്റ്റിമൽ ഊർജ്ജ ഉപയോഗം ഉറപ്പാക്കുക. ലേസർ ഉപയോഗിക്കുന്നതിൽ സർജന്റെ വൈദഗ്ധ്യം രോഗികൾ ചോദിച്ചറിയണം. കൂടാതെ പൂർണ്ണമായും ഷീറ്റ്ലെസ് ആയ നടപടിക്രമത്തിനായി ആവശ്യപ്പെടണം. സ്ട്രിച്ചർ സംഭവിക്കുകയാണെങ്കിൽ അത് തിരുത്തുന്നതിന് രോഗികൾക്ക് ഒരു വലിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. അതിനാൽ നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഞങ്ങളുടെ RIRS സിസ്റ്റം ഉപയോഗിച്ച് ചികിത്സിക്കുക. ഇത് പൂർണ്ണമായും ഷീറ്റ്ലെസ്, വയർലെസ്, റേഡിയേഷൻ രഹിത ചികിത്സയാണ്. ഞങ്ങളുടെ RIRS സിസ്റ്റം ഏറ്റവും ചെറിയ ഇൻസ്ട്രുമെന്റേഷൻ വലുപ്പവും ഏറ്റവും കുറഞ്ഞ ഊർജ്ജവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യുന്നതിനുള്ള ഇഷ്ടപ്പെട്ട മാർഗം RIRS സിസ്റ്റം ആയിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായും RIRS സിസ്റ്റത്തിൽ ധാരാളം ഗുണങ്ങൾ ഉണ്ട്. അവ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ലേസർ ഉപയോഗിച്ച് വളരെ വലിയ കല്ലുകൾ പോലും പൊടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കാൻ RIRS സിസ്റ്റം യൂറോളജിസ്റ്റുകളെ അനുവദിക്കുന്നു. ഇത് മിനിമലി ഇൻവേസീവ്. ഈ നടപടിക്രമം ഒരു ഡേ കെയർ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്നു. രോഗികൾക്ക് ഉടൻ തന്നെ അവരുടെ സാധാരണ ജോലിയിലേക്ക് മടങ്ങാൻ കഴിയും. കൂടാതെ RIRS സിസ്റ്റം വഴിയുള്ള കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യുന്നത് താരതമ്യേന സാമ്പത്തികമായി ലാഭകരവുമാണ്. അത്ഭുതം. കേൾവിക്കാരെ, ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും പങ്കിടുക. അത്തരമൊരു വേദനയില്ലാത്തതും സുരക്ഷിതവുമായ കിഡ്നി സ്റ്റോൺ ചികിത്സ ആബിസ് കിഡ്നി സ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ലഭ്യമാകുമ്പോൾ കഷ്ടപ്പെടുന്ന എല്ലാ രോഗികളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തട്ടെ. വടക്കൻ മലബാർ നിവാസികൾക്ക് സാധാരണമായതോ സങ്കീർണമായതോ ആയ ഏതൊരു കിഡ്നി സ്റ്റോണിനോ പ്രോസ്റ്റേറ്റ് രോഗങ്ങൾക്കോ സൗജന്യ രണ്ടാമത്തെ അഭിപ്രായത്തിനായി ആബിസ് കിഡ്നി സ്റ്റോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്താവുന്നതാണ്. രോഗികൾക്ക് അവരുടെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളെ ബന്ധപ്പെടാം. വളരെ നന്ദി ഡോക്ടർ.